ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ റീസെൻ്റായിട്ട് ഷാർജയ്ക്ക് ഒരു കുറച്ച് ഹെയർ ആക്സസറീസ് അയച്ചിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായി, അതിനകത്തുള്ള ഐറ്റംസിൻ്റെ മേക്കിംഗ് വീഡിയോ ഒന്ന് അയക്കാമോ, ഒന്ന് അപ്ലോഡ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പം അതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഹെയർ ബാൻഡിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഫോം ഫ്ലവേഴ്സും പിന്നെ ഒരു എന്താ പറയുക, ചെറിയ ഒരു ഫ്ലവറുണ്ട് വൈറ്റ് കളർ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം ഞാൻ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു ചെറിയ പീസ് ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ട് ആ ഫെൽറ്റ് ഷീറ്റിനകത്തേക്കാണ് ആദ്യം നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഡയറക്റ്റ് ഈ ഹെയർ ബാൻഡിനകത്തേക്ക് ഇത് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ര സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഫെൽറ്റ് ഷീറ്റിനകത്തേക്ക് ഒട്ടിച്ചു കൊടുത്തത്. അപ്പോൾ ഫെൽറ്റ് ഷീറ്റിനകത്ത് ആദ്യം നടുക്ക് ഒരു വലിയ ഫോം ഫ്ലവറും പിന്നെ അതിൻ്റെ രണ്ട് സൈഡുമായിട്ട് വേറൊരു തരത്തിലുള്ള പിങ്ക് കളർ തന്നെയുള്ളൊരു ഫ്ലവറുമാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് സൈഡിലേക്കും ഇതേപോലത്തെ വീഡിയോയിൽ കാണുന്ന പോലത്തെ ചെറിയ ഫോം ഫ്ലവേഴ്സാണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്കിത് ഭംഗിയാക്കാം കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ ഒട്ടിക്കണമെങ്കിൽ സൈഡിൽ ഒട്ടിക്കാം. ഇനി അതല്ല രണ്ട് സൈഡിലേക്കുമാണ്, മീൻസ് രണ്ട് അറ്റങ്ങളിലേക്ക് ഒട്ടിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ ഒട്ടിക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പല രീതിയിൽ ഇതിനകത്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഏതാ കൂടുതൽ ഭംഗിയാവാന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം സൈഡിൽ വെച്ച് നോക്കി, പിന്നെ അത് രണ്ട് അറ്റത്തേക്ക് വെച്ച് നോക്കി, അങ്ങനെ പല രീതിയിൽ ചെയ്ത് നോക്കിയിട്ടാണ് ഫൈനലൈസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് ഫ്ലവർ, അതായത് ചെറിയ ഫോം ഫ്ലവേഴ്സ് രണ്ട് അറ്റത്തേക്കാണ് കൊടുത്തിട്ടുണ്ടായി. പിന്നെ ബാക്കി വരുന്ന സ്ഥലങ്ങളിലെല്ലാം ചെറിയ വൈറ്റ് ഫ്ലവർ, അതേമാതിരി ജാസ്മിൻ ബഡ്സ്, അങ്ങനത്തെ ഓരോരോ സാധനങ്ങൾ വെച്ച് ഫില്ല് ചെയ്ത് അത് കൂടുതൽ ഭംഗിയാക്കുകയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ലീഫ് ഐറ്റംസ് അങ്ങനത്തെ ഒന്നും ഞാൻ ഇതിനകത്ത് വെച്ചിട്ടില്ല. ജസ്റ്റ് ഈ ഫ്ലവർ മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങൾ, അപ്പോൾ ഞാൻ സെയിൽസ് നിർത്തി കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് നാളത്തേക്ക് വീഡിയോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കരുതി വെച്ചിട്ടുണ്ടായ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. ഫെൽറ്റ് ഷീറ്റ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുമ്പോഴേക്കും അത് പെട്ടെന്നൊന്നും ഇളകി പോരത്തൊന്നുമില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫെൽറ്റ് ഷീറ്റിനകത്ത്. ഫെൽറ്റ് ഷീറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ക്യാൻവാസിനകത്ത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഫെൽറ്റ് ഷീറ്റ് തന്നെ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അപ്പം നമുക്ക് ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ ആക്കി കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് ചെറിയൊരു ലീഫിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, അത് ഞാൻ ഇതിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ലീഫായിട്ട് ഇരിക്കുന്നതല്ല, പക്ഷേ എൻ്റെ അടുത്ത് എന്തോ ഒരു ഫ്ലവറിൻ്റെ ബാലൻസ് ആയിട്ട് എന്തോ ഇരുന്നതാണ്. അപ്പോൾ അത് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് ഒരു ഹെയർ ബാൻഡിനകത്തേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഹെയർ ബാൻഡിനകത്തേക്ക് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴാണേലും എൻ്റെ ഒരു സൈഡ് ബ്ലാങ്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായി. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്തൊരു ചെറിയൊരു സ്റ്റോൺ ഷീറ്റ് ഉണ്ടായി. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ ആ ഒരു സൈഡിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിപ്പോൾ അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. കാരണം വെച്ചാൽ പ്ലെയിൻ ആയിട്ട് ഇരിക്കുന്നതായിരിക്കും ചിലവർക്ക് ഇഷ്ടം. അപ്പോൾ എനിക്കെന്തോ അത് വെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ ഭംഗി തോന്നിയത് കൊണ്ട് ഞാൻ അതും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായി. അപ്പം ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. നല്ല ഭംഗിയായിട്ട് കിട്ടുകയും ചെയ്യും. എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.